പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അസഭ്യം പറയുന്ന ജാൻമണി. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 145 കോടിയോളം വരുന്ന ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി. ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ജനാധിപത്യ പ്രക്രിയയിലൂടെ വോട്ട് നൽകി തെരഞ്ഞെടുത്ത് അധികാരത്തിലേക്ക് വന്ന ആളാണ് അദ്ദേഹം. നേരത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നിട്ട് 10-12 വർഷത്തോളം തുടർച്ചയായി അധികാരത്തിലിരുന്ന മോദി 2014 മുതൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ആ മനുഷ്യനെ ഈ രാജ്യത്തെ പലരും, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളും നേതാക്കളും അടക്കം, അദ്ദേഹം ഏകാധിപതിയാണ്, ജനാധിപത്യ വിരുദ്ധനാണ്, അദ്ദേഹം സ്വേച്ഛാധിപതിയാണ് എന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോൾ ഇന്നേ വരെ ആ വിധത്തിൽ യാതൊരു രീതിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അദ്ദേഹത്തിൻ്റെ ഭരണകൂടമോ പെരുമാറുന്നതായി നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ജാൻമണിയെ പോലെയുള്ളവർ നരേന്ദ്രമോദിയെക്കുറിച്ച് ഇമാതിരി വൃത്തികേട് പറയാൻ നാവ് പൊന്തിക്കുമായിരുന്നില്ല എന്നത് പറയാതെ വയ്യ. ഈ നാട്ടിൽ ഇരുന്നു കൊണ്ട് ചൈനയെ വാഴ്ത്തിപ്പാടുന്ന, ചൈനയുടെ വളർച്ചയെക്കുറിച്ച് വാചാലരാകുന്ന നിരവധി പേരുണ്ട്. ഈ നാട്ടിൽ നിന്നുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ പുരോഗതിയെക്കുറിച്ച് ഘോര പ്രസംഗങ്ങൾ നടത്തുന്നവരുമുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലോ ചൈനയിലോ ജനാധിപത്യമല്ല. ആ രാജ്യങ്ങളിലെ ഭരണാധികാരികളെക്കുറിച്ച് നിങ്ങൾ ഒരക്ഷരം മോശമായി പറഞ്ഞാൽ പിന്നെ പുറം ലോകം കാണില്ല. ചിലപ്പോൾ തല തന്നെ കാണില്ല എന്നതും നമുക്കൊക്കെ അറിയാം. എന്നിട്ടും ആളുകൾ ആ നാട്ടിലെ ഭരണാധികാരികളെ പുകഴ്ത്തി പറയാറുണ്ട്. ഗൾഫ് രാജ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പലരുടെയും നാവിൽ നിന്ന് തേനും പാലും ഒക്കെയാണ് ഒലിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും ചൈനയിലാണെങ്കിലും അവിടുത്തെ ഭരണാധികാരികളെ ഇങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ജാൻമണി എന്ന് പറയുന്ന ഒരു തലതെറിച്ച മനുഷ്യൻ, അയാൾ പബ്ലിക്കായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നു, അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തുന്നു, അസഭ്യം പറയുന്നു. അദ്ദേഹത്തെ പറയാൻ ഇനിയൊന്നുമില്ല. ആരുമായിക്കൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ പ്രായം പരിഗണിക്കാതെ 10-77 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനെ, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇമാതിരി വൃത്തികേട് പറയാൻ ഈ വ്യക്തിക്ക് എങ്ങനെ കഴിയുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഈ രാജ്യത്ത് എന്ത് തരം നിയമവ്യവസ്ഥയാണുള്ളത് എന്നറിയില്ല. ഇവർക്കെതിരെ എന്തുകൊണ്ടാണ് നിയമ നടപടി എടുക്കാത്തത് എന്നും അറിയില്ല. ഇത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മഹത്വമാണോ അതോ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയുടെ കഴിവുകേടാണോ എന്നും അറിയില്ല. ഇവരെ എന്തുകൊണ്ടാണ് നിലയ്ക്ക് നിർത്താൻ കഴിയാത്തത്? നരേന്ദ്രമോദി ആണല്ല, ഹിറ്റ്ലർ ഒരാണായിരുന്നു എന്ന് വരെ പറയുന്ന ഒരു വൃത്തികെട്ട ജന്മം. ഈ പറയുന്ന ജാൻമണി ആണാണോ പെണ്ണാണോ എന്ന് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ഇമാതിരി കോലം കെട്ട മനുഷ്യരാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിനും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാ അപമാനമായി മാറുന്ന കുറേ കോലം കെട്ടിയ ജന്മങ്ങൾ. നരേന്ദ്രമോദി ലൈവ് ചെയ്ത വീഡിയോയ്ക്കകത്ത് ഫ്രണ്ട്സ് എന്ന് വിളിച്ചു. അത് ഇഷ്ടപ്പെട്ടില്ല പോലും അവർക്ക്. നരേന്ദ്രമോദിയെ കിളവൻ എന്നാണ് അവർ വിളിച്ചത്. ഒരു ഭൂലോക സുന്ദരി രംഭയല്ലേ, അങ്ങ് സ്വർഗലോകത്ത് നിന്ന് ഇറങ്ങി വന്നേക്കുക. വയസ്സനെന്ന് വിളിക്കുന്നു നരേന്ദ്രമോദിയെ. മൊത്തം മേക്കപ്പിൽ മുങ്ങി നിൽക്കുന്ന അവർ വന്നിട്ട് പ്രധാനമന്ത്രിയെ വയസ്സായിപ്പോയെന്നു. ഇവരെങ്ങാനും മഴയത്ത് വന്ന് നിന്നാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. മുഴുവൻ പുട്ടിയും ഇളകിപ്പോകില്ലേ? തലയിൽ അടിച്ചിരിക്കുന്നത് വരെ ഒലിച്ചിറങ്ങിപ്പോകില്ലേ? അങ്ങനെയുള്ളവർ വന്നിരുന്ന് പറയുക പ്രധാനമന്ത്രി ഫ്രണ്ട്സ് എന്ന് വിളിച്ചെന്ന്. അതവർക്ക് കുറ്റം. പ്രധാനമന്ത്രിയുടെ അച്ഛൻ 1947 മരിച്ചതാണ്. പിന്നെ എങ്ങനെ നരേന്ദ്രമോദി ജനിക്കും എന്ന്?
എന്തൊരു വൃത്തികെട്ട വാക്കുകളാണ് അവർ പറയുന്നത്. അവർ ഇൻഡയറക്റ്റായിട്ട് നരേന്ദ്രമോദിയുടെ അമ്മയല്ലേ മോശക്കാരിയാക്കുന്നത്. ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ ആക്ഷേപിച്ച് ഇവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം. അതാണ് വേണ്ടത്. ഇതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം.